നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1683 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ ശാന്ത ചന്ദ്രൻ DHMS 2021 സ്വാമി ആതിരദാസ് അവാർഡ് സഹിയിൽ നിന്നും ഡോക്ടർ രമാദേവി അമ്പാടിയോടൊപ്പം കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്ടർമാർക്കായി സെമിനാറുകൾ, കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ടീനേജ് പ്രോബ്ലങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ 2ാം ഭാഗം ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ശാന്ത ചന്ദ്രൻ മാഡത്തെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. അൺമ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ആണ്. ഓക്കെ, കേക്കാവോ? കേൾക്കാം. കേക്കാം. നമസ്കാരം. എല്ലാ IFBHലെ എല്ലാ സാരഥികൾക്കും എൻ്റെ വിനീതമായ ഗ്രൂപ്പുകൾ, നമ്മുടെ ഹോമിയോപ്പതിയുടെ ഉപജാതാവായ ഡോക്ടർ സാമുവൽ ഹനിമാൻ, എൻ്റെ ദൈവികമായ എൻ്റെ മാതാപിതാക്കള്, എല്ലാവരെയും എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ നമിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷനും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും കൂടെ നമുക്ക് ഒത്തൊരുമിച്ച് ഈ ഒരു ടീനേജ് പ്രോബ്ലത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില്, ഇപ്പോഴത്തെ മോഡേൺ ലൈഫില് ഒരുപാട് കുട്ടികളുടെ പ്രോബ്ലംസ് ആയിട്ട് എൻ്റെ അടുത്തും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ എല്ലാ ഡോക്ടേഴ്സിനും ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഫേസ് ചെയ്യുന്നുണ്ടാവണം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എനിക്ക് വന്ന കേസുകൾ 3-4 കേസുകൾ വന്ന് അതിന്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഇതൊരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള വലിയൊരു സബ്ജക്റ്റ് ആണ്. ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് നമുക്ക് പറഞ്ഞ് തീർക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എന്നാലും എനിക്ക് പറ്റുന്നത് ഞാൻ പറയാന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ളൊരു കാരണം, എൻ്റെ അടുക്ക ഒരു 2-3 കേസ് എൻ്റെ അടുക്ക വന്നു. കാരണം ഒരു കുട്ടി 12 വയസ്സായ ഒരു മോൻ. അപ്പൊ അമ്മ കൊണ്ടുവരാൻ മോനെ, ഇവൻ ക്ലാസ്സിൽ ചെന്ന് തെറി പറയുന്നു, എല്ലാവരെയും ചീത്ത വിളിക്കുന്നു, കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഡോക്ടറെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളുടെ ഇതിന് മരുന്നുണ്ടോ? അപ്പൊ നമുക്കപ്പോ ഇപ്പോഴത്തെ പേരന്റിങ് ആണ് ഒന്നാമത്തെ പ്രോബ്ലം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറയാനുള്ള കാരണം, അവനിങ്ങനെ അഗ്രസീവ് ആകാനുള്ള കാരണം എന്താ ചോദിച്ചപ്പോ, കുടുംബ പശ്ചാത്തലം ചോദിച്ചപ്പോ അച്ഛനും അമ്മയും ഡിവോഴ്സിന്റെ വക്കിലാണ്. അവന് അച്ഛനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് അച്ഛനോട് ഇഷ്ടമില്ല. അപ്പൊ അവന് മാസത്തിൽ ഒരു ദിവസം അച്ഛനോട് കാണാനേ അനുവാദമുള്ളൂ. അച്ഛൻ പുറത്ത് കൊണ്ടുപോകില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ. അപ്പൊ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ മാനസിക സമ്മർദ്ദമാണ്, അമ്മയോടുള്ള ദേഷ്യം, അച്ഛനോടുള്ള ദേഷ്യം. സ്കൂളിലെല്ലാവരും പേരൻസുമായിട്ട് വരുന്നു, എനിക്ക് മാത്രം, എൻ്റെ അമ്മ മാത്രമേ വരുന്നുള്ളൂ, അച്ഛനില്ല. അതൊക്കെ ആ കുട്ടിയുടെ ആ സംഘർഷമാണ്, മാനസിക സംഘർഷമാണ് അവനെ അബ്യൂസീവ് നേച്ചർ ആക്കിയതും അവനെ ഈ അക്രമാസക്തനാക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ 1-2 കേസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾ തന്നെ ഇപ്പോഴത്തെ മീഡിയയും ഇന്റർനെറ്റും വാട്സപ്പും എല്ലാം നോക്കി അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം തന്നെ ഒരു 10-15-16 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവര് സ്വയമായിട്ട് എനിക്ക് കൗൺസിലിംഗ് വേണം, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടീനേജ് കാലഘട്ടത്തിൽ.
ടീനേജ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഇത് അഡോളസൻസ് പീരീഡിനും ഒരു 13-18 വയസ്സിനുള്ളിലെ കാലഘട്ടത്തിലാണ്. അതായത് അഡോളസൻസ് പീരീഡ് വിച്ച് എക്സ്റ്റെൻസ് ഫ്രം 13 to 18 years. ദാറ്റ് ഈസ് ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. അതാണ് ഈ ടീനേജ് എന്ന് പറയുന്ന ഒരു കാലയളവ്. During this period, several changes happen in the milestones, both mental and physical development. Both mental development-ലും physical development-ലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അറിയാമോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ആരുടെയും കേൾക്കുന്നുണ്ട്. മുഖം കാണാത്തോണ്ട് എനിക്ക് അത് കേൾക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കാവോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. കേൾക്കാം. അപ്പൊ നമ്മൾ ഇതില് ഒന്നാമത്തെ നമ്മളൊരു റീസൺ ആയിട്ട് ചിന്തിക്കേണ്ടത് പ്രകൃതിദത്തമായ ശാരീരിക മാറ്റങ്ങൾ. അത് പ്രകൃതിദത്തമായിട്ടുള്ളതല്ലേ ശാരീരിക മാറ്റങ്ങൾ. എനിക്ക് തോന്നുന്ന ഇതൊക്കെ നമ്മൾ ഒരു കൂട്ടുകുടുംബമായിട്ട് പണ്ടത്തെ കാലത്ത് താമസിച്ചിരുന്നപ്പോൾ ഷെയറിങ് ആൻഡ് കെയറിങ് ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കണം. ഇപ്പോഴത്തെ മീഡിയാസിന്റെ ഒക്കെ എഫക്റ്റ് ആയിരിക്കണം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇത്. ആദ്യം പ്രകൃതിദത്തമായ ശാരീരിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താ? പിന്നെ പെൺകുട്ടികളിലാണെങ്കിൽ അവരുടെ ഷേപ്പിലുള്ള ചേഞ്ച്, പിന്നെ ഗേൾസിൽ ഷേപ്പിലുള്ള ചേഞ്ച്, മെൻസ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ശരീരം പുഷ്ടിപ്പെടല്, പിന്നെ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലറി ഹെയർ, പ്യൂബിക് ഹെയർ, ഇതെല്ലാം വരിക. അതാണ് സാധാരണ നോർമലൈസ് ആയിട്ട് ഉള്ളപ്പോഴത്തേക്ക്. പിന്നെ ബോയ്സിലാണെങ്കിൽ വോയിസ് ചേഞ്ച്, ഹെയർ ഗ്രോത്ത്, ഒരു സാധാരണ മുഖക്കുരു വരല്, അവരുടെ ഈ സാധാരണ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഇതിന്റെ അവരെ ബിഫോർ പ്യൂബർട്ടി ഇറ്റ്സെൽഫ് നമ്മൾ അവരെ ഒരു ബോധവൽക്കരണം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവയുമായിട്ട് ഈ ബോഡി ചേഞ്ചസും ഫിസിക്കലും മെന്റലി ചേഞ്ചസിനെ ഒക്കെ നമുക്കത് പൊരുത്തപ്പെടാനായിട്ട് സഹായിക്കാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ബിഫോർ പ്യൂബർട്ടി ഇറ്റ്സെൽഫ് അതിന്റെ ഒരു ബോധവൽക്കരണം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഗേൾസിലാണെങ്കിൽ നമുക്കൊരു നോർമലായിട്ടാണെങ്കിൽ ഒരു 9 തുടങ്ങി 12 വയസ്സിനുള്ളിൽ പീരീഡ് വരാം അല്ലെ. അപ്പൊ ഇപ്പോ 9 വയസ്സിലും 12 നേരത്തെയൊക്കെ 12 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പൊ നേരത്തെ പീരീഡ് വരാം, ലേറ്റ് ആയിട്ട് പീരീഡ് വരാം. അപ്പൊ അത് തന്നെ ഒരു ആൻസൈറ്റിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വന്ന് പറയാം, എന്റെ കുട്ടികളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും പീരീഡ് വന്ന് എനിക്ക് വന്നില്ല, അങ്ങനെ നേരിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, എനിക്ക് ഡെവലപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് കുട്ടികൾ വരാറുണ്ട്. പിന്നെ ഗ്രോത്തിൽ തന്നെ ഭയങ്കര ഈ പ്യൂബർട്ടിയോട് കൂടിയിട്ട് നോർമൽ എന്ന് വിട്ടിട്ട് ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുക. അപ്പൊ നമുക്ക് ഒബിസിറ്റി വരിക, സ്റ്റണ്ടർഡ് ഗ്രോത്ത് വരിക. ഒബിസിറ്റി അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റണ്ടർഡ് ഗ്രോത്ത്. എല്ലാ കുട്ടികളും നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ വരാറുണ്ട്. അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായി ഇതിനൊക്കെ നമുക്ക് ഹോമിയോ മരുന്നുകൾ ഇല്ലേ. ഇതൊക്കെ നമുക്ക് ഒബിസിറ്റിക്ക് മരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഗ്രോത്തിന് മരുന്നുണ്ട്. പിന്നെ നമ്മള് ഗേൾസിന്റെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഡെവലപ്മെന്റൽ ഡിസോർഡറിനൊക്കെ നമുക്ക് മെഡിസിനുകളുണ്ട്, ഹോമിയോ മെഡിസിൻ. ഈ ഗേൾസിന് നമുക്ക് പെൺകുട്ടികളിൽ വരുന്നത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ ഹോർമോൺസിന്റെ ലെവൽ കൊണ്ടാണ്. അതാണ് അവരുടെ ഗ്രോത്ത് ഹോർമോൺസ്, തൈറോയ്ഡ്, ഇതിനൊക്കെ നല്ല ഇതുണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ആണ്. അപ്പൊ ആൺകുട്ടികളിൽ വരുന്നത് ഈ പെൺകുട്ടികളുടെ നമ്മൾ പീരിയഡ്സിന്റെ കാര്യം പറഞ്ഞു, ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, പിന്നെ ലേറ്റ് ആയിട്ട് പീരീഡ് വരിക. അപ്പൊ നമുക്ക് പീരീഡേ ഇല്ല 18 വയസ്സായിട്ട്. അപ്പൊ നമ്മൾ അതിനൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാര് അതിന് മുമ്പേ തന്നെ അവരെ ബോധവൽക്കരിക്കണം. പീരീഡ് സമയാസമയങ്ങളിൽ വന്നില്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ചിലപ്പോ ഒരു ടെർണർ സിൻഡ്രോം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ യൂട്രസ്, റൂഡിമെന്ററി യൂട്രസ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മള് ബോയ്സിന്റെ ഇതിലാണെങ്കിൽ ഹെയർ ഗ്രോത്ത്, മീശ വരിക, ഇങ്ങനെ
പിന്നെ വോയിസ് ചേഞ്ച്, ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ അവരുടെ ഇംപ്രൂവ്മെന്റുകൾ, അതൊക്കെയാണ് ബോയ്സിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് വരുന്നത് വൈകാരിക മാറ്റങ്ങൾ. അത് നമ്മൾ സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. ആൺകുട്ടികളിലും വരും കേട്ടോ. എല്ലാവർക്കും നല്ല ഹെയർ ഉണ്ട്, എനിക്കില്ല, എൻ്റെ ഹൈറ്റ് കൂടണില്ല, മസിൽ കൂടണില്ല, എൻ്റെ വെയിറ്റ് കൂടണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പിന്നെ നിറച്ച് മുഖക്കുരു വന്നു, പിന്നെ ആൺകുട്ടികൾക്ക് ഗൈനക്കോമാസ്റ്റിയ വന്നു, ബ്രസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് ഗൈനക്കോമാസ്റ്റിയ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികൾ വരാറുണ്ട്. പിന്നെ മുടി പോയി, തലമുടി പോയി, കഷണ്ടിയായി, അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പിന്നെ അതാണ് നോർമലും അബ്നോർമലും നമ്മൾ അറിഞ്ഞിരിക്കണം. അബ്നോർമാലിറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ രീതിയിലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് ആ രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നത് രണ്ടാമത്തെ കോഴ്സായിട്ട് വരുന്നത് വൈകാരിക മാറ്റം. വൈകാരിക മാറ്റം എന്ന് പറയുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് ക്യാൻ എഫക്ട് ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി, അല്ലെ? ഹോർമോൺസ് മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ചേഞ്ച് വരും. കൗമാരം എന്നത് പ്രായപൂർത്തിയാവുന്നതിന്റെയും കുട്ടിക്കാലത്തിന്റെയും ഇടയിൽ വരുന്ന കാലഘട്ടമാണ് ഈ ടീനേജ്. പലപ്പോഴും ഈ കുട്ടികളുടെ കർത്തവ്യങ്ങളെ കുറിച്ച് തികച്ചും ആശയക്കുഴപ്പത്തിലാക്കും ഈ കാലഘട്ടം. എന്ന് വെച്ചാൽ വളർന്നു വരുന്ന മുതിർന്നവർ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളെന്ന നിലയിൽ ഉണ്ടാകാവുന്ന ആഗ്രഹങ്ങൾ, മുതിർന്നവരാണെന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ, കുട്ടികളാണെന്നുള്ള രീതിയിലുള്ള ആഗ്രഹങ്ങൾ. അപ്പൊ ഇത് മനസ്സിൽ ഒത്തിരി ആശയക്കുഴപ്പം ഉണ്ടാക്കും കുട്ടികൾക്ക് കേട്ടോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സമയത്താണ് അവർക്ക് കൂടുതൽ, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അട്രാക്ഷൻ ടു ദ ഓപ്പോസിറ്റ് സെക്സ് വരും. പിന്നെ സെക്ഷൽ ഫീലിങ്സ് വരും. സെക്ഷൽ ഫീലിങ്സ് ഡെവലപ്മെന്റ് യൂത്തിൽ സെക്ഷൽ ഫീലിങ്സ് വരും. പിന്നെ എല്ലാ കാര്യത്തിനോടും പെട്ടെന്ന് പ്രതികരിക്കും. ഈ ഒരു ഹോർമോണലായിട്ടും ഒക്കെ പ്രതികരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ദേഷ്യം, സങ്കടം, സന്തോഷം എല്ലാം സമ്മിശ്ര വികാരങ്ങളായിട്ട് വരുന്ന ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടീനേജിലുള്ളൊരു മോൻ വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ പറയും, ഓടെ ചേർക്കാൻ വലിയൊരു സംസാരിക്കുന്നിടത്ത് എന്തിനാ നീ നിൽക്കുന്നത്? അപ്പൊ അവനതൊരു ഇൻസൾട്ടായിട്ട് തോന്നും. പിന്നെ ഒരു വേറെ കുട്ടികളായിട്ട് വഴക്കിടും, പോത്തുപോലെ വളർന്നില്ലേ എന്നിട്ടും കുട്ടികളെയും അറിയില്ല. ഇത് രണ്ടും ഇൻസൾട്ടാണ് ആ കുട്ടിക്ക് വരുന്നത്. കുട്ടികൾ വന്ന് പറയുന്നതാണ് അതൊക്കെ, അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മൾ ഓർക്കാതെയാണെങ്കിലും ഓർത്തിട്ടാണെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ അപ്പൊ ഇത് രണ്ടിനും ഇടയ്ക്കണം. മുതിർന്നവരാണെങ്കിൽ അതുമില്ല, കുട്ടിയുടെ സ്ഥാനത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതുമില്ല, വലിയവരുടെ സ്ഥാനത്ത് റെസ്പെക്ട് കൊടുക്കുമ്പോൾ അതുമില്ല. അപ്പൊ അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും അവർക്ക് ഇൻസൾട്ടും ഇതെല്ലാം വരുന്നിട്ട് അതാണ് ആ വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഉള്ള കാരണം. ഇതാണ് ഒന്ന് ഹോർമോണൽ ചേഞ്ച്, അതിൻ്റെ ഇതായിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഇൻസൾട്ടും അവരെ ഉപദേശങ്ങളും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവര് വളരെ ഒരു പത്തറ്റിക് കണ്ടീഷനാകും. അപ്പൊ ഇതിന് ഏറ്റവും നല്ലത് പേരൻസ് അല്ലെങ്കിൽ അവരുടെ അറ്റൻഡ് ചെയ്യുന്നവര് ഇവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. ഈ സമയത്ത് അവര് ഉപദേശം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സമയമാണ്. ഇപ്പൊ അവരൊക്കെ പറ്റുമെങ്കിൽ മുൻവിധികളൊന്നുമില്ലാതെ അവരെ കേൾക്കാൻ പറ്റുക, ഉപദേശിക്കാതിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. പിന്നെ നമുക്ക് അതിന് ഓരോ സിംറ്റം നോക്കി നമുക്ക് കൊടുക്കാമല്ലോ മെഡിസിൻ. ദേഷ്യത്തിനുള്ള മരുന്ന്, സങ്കടത്തിനുള്ള മരുന്ന്, പിന്നെ ഉപദേശം ഇഷ്ടമില്ലാത്ത നമ്മുടെ ഇതിൽ തന്നെ റെപ്പറട്ടറിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. വേഴ്സ് ഫ്രം അഡ്മോണിഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ആങ്കർ, സാഡ്നെസ്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ഉപദേശം നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേജിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാൻ നിർബന്ധിക്കുക. എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല നമ്മുടെ സന്തോഷമായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ വർദ്ധിക്കും. അവർക്ക് നല്ല വികാരങ്ങളും എല്ലാം അവരുടെ മനസ്സിലുണ്ടാക്കും. പിന്നെ സന്മാർഗ പ്രവൃത്തികളിൽ എന്തെങ്കിലും
ചെയ്യാൻ. ഇതിനൊക്കെ എല്ലാം ഒരു ത്വരയുള്ള ഒരവസ്ഥയല്ലേ. അപ്പൊ നമുക്ക് അവരെ ആ രീതിയിലേക്ക് നമുക്ക് ഡേവിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പൊ സമൂഹത്തിൽ തന്നെ ഒരാളും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല, ഇല്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ മക്കളായിട്ടല്ലേ ജനിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങളാണ് അവരെ ക്രിമിനലാക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങള്, പേരൻസിന്റെ പേരന്റിങ്, പിന്നെ സ്കൂളിലുള്ള അവരുടെ ബിഹേവിയർ, ഇതെല്ലാം നമുക്ക് നോക്കി അവരെ നമുക്കൊരു ചെറുപ്പത്തിലെ തന്നെ പേരൻസിന്റെ ഒക്കെ പറഞ്ഞ് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വിത്ത് നമ്മുടെ മെഡിസിനും നമ്മുടെ ഉപദേശങ്ങളും. അപ്പൊ നമുക്ക് ആ എൻവയറോൺമെന്റും സാഹചര്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇനി വരുന്നത്, ഇനി അടുത്ത റീസൺ വെച്ചാൽ അവരുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ. അപ്പൊ കുട്ടികള് അവരുടെ ഏറ്റവും ഫ്രീഡം അനുഭവിക്കുന്ന സമയമാണ് ഇത്. ഫ്രീഡം അവർ വികസിപ്പിച്ചെടുക്കും. അപ്പൊ പേരൻസിനോട് തർക്കുത്തരം പറയും. അവര് വിചാരിക്കുന്നതാണ് ശരിയെന്നുള്ളതാണ് നമ്മൾ ഉറപ്പിച്ചത്. പിന്നെ അപ്പൊ അവര് നമ്മൾ ധാർഷ്ട്യമായിട്ട് വിചാരിക്കും. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശാരീരികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് അവര് പ്രേരിതരാകും. അപ്പൊ ഈ സിറ്റുവേഷനൊക്കെ നമ്മുടെ വീട്ടിലെ സാഹചര്യം അവരെ കേൾക്കാനും പിന്നെ സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ ഇന്നത്തെ വീടുകളിലൊക്കെ ഈ പേരൻസും മക്കളും കുഞ്ഞുമക്കളും എല്ലാം കൂടെ ആയിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണ സമ്പ്രദായമൊന്നും ഇല്ല. ഓരോരുത്തരും ഓരോ സമയത്ത് വരിക, അവരവർക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ട് പോവുക, ഫോൺ വെച്ചു അല്ലെങ്കിൽ TV വെച്ചു ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ എൻ്റെ ഒരു ചേച്ചി പറയായിരുന്നു, ചേച്ചി പോയതാ US പോയതാ മക്കളുടെ അടുത്ത്. 2 മക്കളുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്. എന്തിനാ ശാന്ത അവിടെ പോകുന്നത്? രാവിലെ എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടാക്കാന്ന് വെച്ചാൽ അവര് തന്നെ വരും, ഫ്രിഡ്ജ് തുറക്കും, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും. അവര് തന്നെ ഉണ്ടാക്കി ഒരാൾ അയാളുടെ പാത്രത്തിലാക്കി അയാൾ അയാളുടെ റൂമിലോട്ട് പോകും, മറ്റേയാളുടെ റൂമിലോട്ട് പോകും. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് എന്തിനാ? അപ്പൊ അതാണ് ഇപ്പോഴത്തെ. അത് അവിടെ മാത്രമല്ല, വിദേശത്ത് മാത്രമല്ല, നമ്മളിപ്പോ കേരളത്തിലും ഓരോ വീടുകളിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുള്ള ഒരുപാട് വീടുകളായപ്പോഴത്തേക്കും എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികവും എല്ലാ സൗകര്യങ്ങളും ഉള്ള വിധത്തിലാണ് കുട്ടികൾ ഇന്ന് വളർന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, മൊത്തം ഡിറ്റാച്ച്മെന്റ് ആണ്. അവർക്ക് ഡിമാൻഡിങ് ഒക്കെ കൂടുതലാണ്. ഇനി അപ്പൊ അതാണ് ഇത് പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ വരുമ്പോൾ ആവുന്നതും സ്നേഹം കൊണ്ട് അവരെ കീഴടക്കാൻ പറ്റും. ഇപ്പൊ അവര് ഒന്ന് തെറ്റിയാൽ അവര് അക്രമാസക്തരാകും. അവര് എന്ത് ചെയ്യാനും മടിയില്ലാത്ത മക്കളായിട്ട് വരികയാണ്. അപ്പൊ അവരെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റേ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. സ്നേഹം കൊണ്ട് മാത്രമേ അവരെ കീഴടക്കാൻ പറ്റൂ. ഇനി ഇതുപോലെ കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് ആയിട്ടുള്ള ചാലഞ്ചസ്. അപ്പോ വീട്ടിൽ നിന്നും ഉണ്ടാകും പ്രഷർ. എങ്ങനെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് 90% മാർക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത അഡ്മിഷൻ കിട്ടത്തില്ല, അതുകൊണ്ട് നീ പഠിക്കും. വീട്ടിലൊരു ഗസ്റ്റ് വന്നു, 11 12 നല്ലപോലെ പഠിച്ചോ, പാസ്സായി, പെർസെൻറ്റേജ് കിട്ടിയില്ലെങ്കിൽ നിനക്ക് അഡ്മിഷൻ ഇല്ല. അപ്പോൾ ഈ അക്കാഡമിക് ഔന്നത്യത്തിന് വേണ്ടിയിട്ട് കൊച്ചുങ്ങളെ മാനസിക സമ്മർദ്ദമായിട്ട് ഒരുപാട് സമ്മർദ്ദമാണ് അവർ അനുഭവിക്കുക. ഒരു ടീച്ചേഴ്സിന്റെ പ്രഷർ, സ്കൂളിൽ നിന്നുള്ള പ്രഷർ, റിലേറ്റീവ്സിന്റെ പ്രഷർ, ഇതെല്ലാം കുട്ടികളെ വട്ടുപിടിപ്പിക്കും. എൻ്റെ അടുക്ക ഒരു മോള് വന്നിട്ട് പറയുവാണേ, 12th പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പഠിച്ചിട്ട് ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ടാണ് അമ്മ കൊണ്ടുവന്നത്. അപ്പൊ അത് അവര് ഒരു കോടതിയിൽ ജോലി ചെയ്യുന്നവരാ. അപ്പൊ
ഈ കുട്ടിക്ക് രാവിലെ ഒരു ട്യൂഷൻ, ഉച്ചയ്ക്ക് രാവിലെ വെളുപ്പിനെ എണീറ്റ് ഒരു ട്യൂഷൻ, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വേറൊരു ട്യൂഷൻ, അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു സബ്ജക്ട് കഴിഞ്ഞ് പിന്നെ രാത്രി ഒന്ന് ഭക്ഷണം കഴിച്ച് രാത്രി വീണ്ടും ഓൺലൈൻ ട്യൂഷൻ. ഈ കൊച്ചങ്ങ് പൊറുതി മുട്ടും, അത് പിന്നെ പഠിക്കണ്ടെന്ന്. അന്നേരം പഠിച്ചിട്ട് അവർക്ക് ഓർമ്മ കിട്ടണില്ല, ഉറക്കമില്ല, തലയ്ക്ക് വട്ട് പിടിക്കുന്നു, ദേഷ്യം, സങ്കടം, കുളിക്കണ്ട, ഭക്ഷണം വേണ്ട, അങ്ങനെ ഭയങ്കര ബഹളം. അങ്ങനെ ഇവൾക്ക് പഠിച്ചിട്ട് ഇവൾക്ക് തലയിൽ കയറുന്നില്ല, ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാണ് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മോക്ക് എന്താ പ്രശ്നം? അപ്പൊ അത് പൊട്ടിക്കരഞ്ഞുണ്ടോ കുട്ടികൾ, എന്റെ ഡോക്ടറെ എനിക്കൊരു റിലാക്സേഷൻ ഉണ്ട്. എന്നിട്ട് എന്റെ മുമ്പിൽ ഇരുന്നോണ്ട് പറയാ, അമ്മ എന്താ വക്കീലാകാഞ്ഞേ, അമ്മ എന്തിനാ പിയൂണായിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത്? അമ്മ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ഈ എന്നെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. പഠിത്തത്തോട് തന്നെ ഞാൻ വെറുത്തു പോവുകയാണ്, എനിക്ക് പഠിക്കണ്ട, നിങ്ങൾ പോയി പഠിക്കും, നിങ്ങൾ പോയി പരീക്ഷ എഴുതി, നിങ്ങൾ വക്കീലാവും. നിങ്ങളെന്താ വക്കീലാകാഞ്ഞ്? എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടി കരയാ കുട്ടി. ഇത് ഈ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവും. അമ്മമാർക്കാണ് ആദ്യം മരുന്ന് കൊടുക്കേണ്ടത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്ത് പറയാനായിട്ടാ? അപ്പൊ ആ കുട്ടിയുടെ അക്കാഡമിക് സ്കൂളിൽ ചെന്ന ടീച്ചർമാരുടെ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയൊരു ഹോപ്പുള്ള ഒരു കുട്ടിയാണ്, നല്ല ഹൈ മാർക്ക് മേടിക്കും എന്നുള്ള ഹോപ്പുള്ള കുട്ടിയാണ്. വീട്ടിൽ വരുന്ന പിന്നെ കാലത്ത് ട്യൂഷൻ വെച്ച് നേരം വെളുത്ത് 5 മണിക്ക് എണീറ്റപ്പോ തുടങ്ങി ട്യൂഷൻ. എനിക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം, TV കാണാൻ, TV കണ്ടോണ്ടിരുന്നോളി, നിനക്ക് പഠിക്കണ്ടായോ? TV കണ്ടിരുന്നോളി. TV കാണലില്ല, കളിയില്ല, കൂട്ടുകാരുടെ കൂടെ പോകലില്ല, ഒന്നുമില്ല. ഈ പഠിത്തം എനിക്ക് മതിയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്, എന്ത് ഉപദേശിക്കാന്? അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തെങ്കിലും പറഞ്ഞത് ഓപ്പൺ ആയിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല മോളെ, അമ്മയുടെ ആൻസൈറ്റി നമുക്ക് പറയാവുന്ന അഡ്വൈസ് ഒക്കെ കൊടുത്തു. നമ്മൾ അഡ്വൈസ് ചെയ്ത് അവര് കേൾക്കും, പക്ഷെ സ്വന്തം പേരൻസ് അഡ്വൈസ് ചെയ്ത അവര് റിബലാകും. അതാണത്. അതൊക്കെയാണ് നമ്മൾ അക്കാഡമിക് ഇതിലുള്ള സാഹചര്യം. നമുക്കപ്പൊ അതിനും അവരുടെ മാനസിക സംഘർഷത്തിന് ദേഷ്യം വന്ന് എറിയും, ഇതെല്ലാം എടുത്ത് എറിയുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് അതിനും കൊടുക്കാം, മരുന്നുകളുണ്ട്, സാഫിസാഗിരിയ പോലുള്ള മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി മാനസിക പ്രശ്നങ്ങൾ, കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യ പ്രശ്നങ്ങൾ. എന്റെ തൊലി, മുഖത്ത് മുഴുക്ക പാച്ചുണ്ട്, മുഖത്ത് മുഴുക്ക കുരുക്കളുണ്ട്, പിന്നെ എന്റെ നിറം കറുത്തിട്ടാണോ, എന്റെ തൊലി വരണ്ടിരിക്കുന്നു, എനിക്ക് പിന്നെ ഈ അക്കാഡമിക് രംഗത്തിലുള്ള ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, തരം താഴ്ത്തല്, കുട്ടികളുടെ മുമ്പിൽ തരം താഴ്ത്തല്, ഇതൊക്കെ ആയിട്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോ അതും ഒരു ഞാനത് എഴുതാൻ കാര്യം, എൻ്റെ അടുത്ത് ഇപ്പോ ഒരു 12th ആവേണ്ട ഒരു മോനാ. അപ്പൊ 11th പരീക്ഷ എഴുതാം. അപ്പൊ ഇവൻ എന്താണെന്ന് അറിയാം, ഇവനിപ്പോ ഈ ഒരു ടീനേജ് ആയപ്പോഴത്തേക്കും അവനെ എല്ലാവരും കളിയാക്കുക. അവൻ ഇരുന്ന് കറുത്തിട്ട. ഇനി ഇപ്പോഴത്തെ ആൺകുട്ടികളൊക്കെ മുടി ഇങ്ങനെ വളർത്തുമല്ലോ, മുടി വളർത്തി റബ്ബർ ബാൻഡും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടാണല്ലോ പെൺകുട്ടികളെ പോലെയല്ലേ നടക്കുന്നത്. അപ്പൊ അവന്റെ സ്കൂളില് 10ാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് എന്തോ ഓൺലൈനിലൊക്കെ അല്ലേ അതിന്റെ അഡ്മിഷനൊക്കെ 11th വരണം. അപ്പൊ അങ്ങനെ പോയൊരു കുട്ടി. അപ്പൊ പോയപ്പോ ആ സ്കൂളിൽ ചെന്നപ്പോ ഇവനെ കുട്ടികൾ കളിയാക്കുക, മുള്ളംപന്നിയുടെ പോലത്തെ മുടിയ, നിന്നെന്തിനു കൊള്ളാം, അങ്ങനെയൊക്കെ. ഇവൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, 10ാം ക്ലാസ് വരെ നല്ല മാർക്ക് മേടിച്ചിരുന്ന കുട്ടി. 11th വേറെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിള്ളേരുടെ കളിയാക്കൽ, അവന്റെ മുടിയെല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിപ്പോ ഓരോ ജന്മസിദ്ധമായിട്ട് വരുന്നില്ല. ഇപ്പൊ അവസാനം എന്തായി, 11th പരീക്ഷ എഴുതുന്നില്ല, ആ സ്കൂൾ മാറുന്നു. അവനിത് കേറി സ്കൂളിൽ ചെന്ന സമയം തുടങ്ങിയിട്ട് പേരൻസിനോട് പറയണം. അവർക്ക് ഇപ്പൊ അനങ്ങുമ്പോ സ്കൂൾ മാറ്റാനുള്ള പറ്റത്തില്ല. കാരണം അച്ഛനൊരു ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫാണ്, അത്ര സാമ്പത്തികമൊന്നുമില്ല, വലിയ സ്കൂളിലോട്ട് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനങ്ങ് വെറുപ്പും ദേഷ്യവും. പിന്നെ ഇവൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോയി കൂട്ടുകാരുടെ കൂടെ പോയി കള്ളു കുടിക്കാൻ തുടങ്ങി, സിഗരറ്റ് വലിക്കാൻ തുടങ്ങി, പിന്നെ പുറത്തു പോകണം എന്നുള്ള ഇത് തന്നെ. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇവനെ കൊണ്ടുവന്നത്. അപ്പൊ സ്കൂൾ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കയറിയ കാലം തുടങ്ങി എന്നെ ആൾക്കാർക്ക് കുട്ടികൾ കളിയാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇപ്പൊ വീട്ടുകാര്
TC മേടിച്ച് ഒരു ഓപ്പൺ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്ത്. അപ്പൊ അവൻ പറയാ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയല്ലോ. അവൻ പഠിക്കണം, വളരണമെന്നുണ്ട്, പക്ഷെ ആ സ്കൂൾ ആ സിറ്റുവേഷൻ അവന് പറ്റുന്നില്ല. അപ്പൊ അതാണ് ഈ സൗന്ദര്യ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇപ്പൊ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയല്ലോ. അവൻ പറയും ഓരോരുത്തരുടെ നേച്ചറല്ലേ മക്കളെ, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. അപ്പൊ ദേഷ്യം വരുന്നത്, അസുഖം വരുന്ന ദേഷ്യം വരുന്ന ഇവൻ റൂം അടച്ച് കഥ കുറ്റിയിട്ടിട്ടിരിക്കുന്ന, അവൻ പുറത്തു പോകണം എന്ന് പറയുന്നത്. പുറത്തു പോയി കഴിഞ്ഞാൽ ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂടും എന്നൊക്കെയാണ് അവരുടെ കംപ്ലൈന്റ്. അതിനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ഒക്കെ പറയുന്നത്. പോട്ടെ, സാരമില്ല, കൂട്ടുകാർ പറയുന്നവർ പറയട്ടാണ്. നിന്റെ അക്കാഡമിക്കിൽ നീ നന്നായിട്ട് പഠിച്ചു മാർക്ക് മേടിച്ചിട്ട് നീ അവരോട് നമുക്ക് അതിനുള്ള വാശിയോട് പഠിക്കും. അവരുടെ മുമ്പിൽ നീ നല്ലൊരു പഠിക്കണ കുട്ടിയാന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്കൊരു വാശി വേണം, ചാലഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞ് വിട്ട് കുറച്ച് അതിന്റെ സാഹചര്യമൊക്കെ കൊടുത്ത് വിട്ട് ഞാൻ കേട്ടോ. അതാണ് ഇത് സൗന്ദര്യ പ്രശ്നത്തിന്റെ കാര്യം ഞാൻ എഴുതാൻ കാര്യം. ഇനി വരുന്നത് നമുക്ക് ടീനേജിലെ പ്രോബ്ലംസ്. അത് വാസ്റ്റ് ആയിട്ട് വലിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. നമുക്കൊന്ന് പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു തീരാത്തൊരു സബ്ജക്റ്റ്. പിന്നെ വരുന്നത് ഹെൽത്ത് പ്രോബ്ലംസ്. എങ്ങനെയാ? വണ്ണമുള്ള കുട്ടിയാ, അപ്പം ഡയറ്റിംഗ് ആയി. വണ്ണം വയ്ക്കും, അതുകൊണ്ട് ഡയറ്റിംഗ്. വണ്ണം ഉള്ളവർക്ക് ഡയറ്റിംഗ് ആയിക്കോട്ടെ, വണ്ണം ഇല്ലാത്തവരും ഡയറ്റിംഗ്. പിന്നെ എക്സസൈസ്, ഭക്ഷണം കഴിക്കില്ല. പിന്നെ എന്താ വരിക, ഒന്നുകിൽ വണ്ണം അല്ലെങ്കിൽ വണ്ണം ഇല്ലായ്മ. പിന്നെ എന്താ ഓർഡർ ചെയ്തുള്ള ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹെൽത്തി, ഒന്നുകിൽ അണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ്. ഒന്നുകിൽ ഭക്ഷണം നല്ലപോലെ കഴിക്കും അല്ലെങ്കിൽ കഴിക്കും, ഓവർ ഈറ്റിംഗ് വരും അല്ലെങ്കിൽ കഴിക്കില്ല. ഇതാണ് ഹെൽത്ത്. അപ്പോൾ ഓരോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും കുട്ടികൾക്ക്. അപ്പൊ അതും മാതാപിതാക്കൾ തന്നെ അതിനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ഈ സൈബർ അഡിക്ഷൻ, ഫോണ്, ഇന്റർനെറ്റ്, പിന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം, റീൽസ്, അങ്ങനത്തെയൊക്കെയുള്ള അഡിക്ഷൻസ്. അതിന്റെ കൂടെ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്, അതെല്ലാം കൂടെ ഉള്ള അഡിക്ഷൻസ് വരും. പിന്നെ കുട്ടികളുടെ അക്രമവാസന, ഇതാണ് അവരുടെ അതിനുള്ള പ്രോബ്ലംസ്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കുറച്ച് ഹോമിയോ മെഡിസിൻസ് പറയും. പിന്നെ എല്ലാവരും കൂടെ ഉള്ള കോൺട്രിബ്യൂഷൻ കൂടെ ആവും. ഹരിഹരൻ ഡോക്ടറൊക്കെ ഉണ്ടോ ഇതില്? ശ്രീധരക്കുറിപ്പൊക്കെ ഉണ്ടോ? നോക്കട്ടെ. രമയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. രമയ്ക്ക് പനിയാ രമ. പക്ഷെ ഉണ്ട്, രമാദേവി മാഡം ഉണ്ട്. ഉണ്ടോ? രമാദേവി മാഡം ഉണ്ട്. പിന്നെ ഹരിഹരൻ സാർ, ഹരിഹരൻ ഡോക്ടറൊക്കെ, കുറുപ്പ് ഡോക്ടറൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വലുതായിരിക്കും. കുറുപ്പ് സാർ ഉണ്ട്, പക്ഷെ ഹരിഹരൻ സാർ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അത് വിളിക്കാനും വിട്ടുപോയി. കുറുപ്പ് സാറിന്റെ അഡ്മിറ്റ്. അതായത് കഴിയട്ടെ, മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മുഴുവൻ പോരട്ടെ. ശരി ഡോക്ടറെ. പിന്നെ ഈ ഹോമിയോ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറയാ, ഇത് നമ്മൾ ഫസ്റ്റില് നമുക്ക് ഷേപ്പ് തന്നെ നോക്കാം. ഷേപ്പ്, വണ്ണം കൂടുതൽ, വണ്ണം കുറവ്, ഹൈറ്റ് കൂടുതൽ, ഹൈറ്റ് കുറവ്. പിന്നെ ഇപ്പൊ നമുക്ക് ഈ വരുന്ന ഹോർമോൺസ് എന്താ? തൈറോയിഡ്, പിറ്റ്യൂട്ടറി കംപ്ലൈന്റ് ആണ് അതിന്റെ റീസൺ. തൈറോയിഡ് കംപ്ലൈന്റ്, പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, ആ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് തക്കതായിട്ടുള്ള തൈറോയിഡ് കുറവ്, തൈറോയിഡ് കൂടുതൽ, പിന്നെ പിറ്റ്യൂട്ടറി, ഈ ഹോർമോൺ ലെവല് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒത്തിരി ഒബീസിറ്റി, എങ്ങനെയാണ് ഒബീസിറ്റി വരുന്നത്? ഇപ്പൊ ഒരു അമ്മ മോനൊക്കെ ആണെങ്കിൽ, അല്ലെ അമ്മ മോളൊക്കെ ആണെങ്കിൽ, ഓവർ പാമ്പറിങ്, ഓവർ ഈറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും, മദർ അറ്റാച്ച്ഡ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൽക്കേരിയ കാർബൊക്കെ വരാം, അല്ലെ? കൽക്കേരിയ കാർബ്, ഗ്രാഫൈറ്റിസ്, കാപ്സിക്കം, അത് അക്കോർഡിംഗ് ടു ദറ്റ് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ എനിക്ക് ഈ കംപ്ലൈന്റ് ഇതെല്ലാം എനിക്ക് എന്നെ
ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട് രാധാകൃഷ്ണനാണ് ശാന്ത ഇങ്ങനത്തെ ഒരു ഹെഡിങ് ആയിട്ട് ഇട്ടിട്ട് പറയണം. അപ്പൊ ഇതൊരു വലിയ ഫാസ്റ്റ് സബ്ജക്റ്റാ, നമുക്ക് അതിനൊരു ചിട്ടയോടുകൂടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു മോള് നവ്യ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഈ പ്യൂബർട്ടി കംപ്ലൈന്റ് തന്നെ വെച്ചിട്ട് റെപ്പറേറ്ററിയിലാണ് നോക്കിയിട്ട് കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാവുന്ന രീതിയിൽ കുറെ മെഡിസിൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരുടെയും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ രാധാകൃഷ്ണന്റെ ഗ്രൂപ്പിൽ സംസാരിച്ചു. ഈ കുട്ടികളുടെ കേസ് വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു മെഡിസിൻ വേണം. വണ്ണം കൂടുതലിന് കാൽക്കേരിയ കാർബും ഗ്രാഫൈറ്റിസും പിന്നെ കാൽക്കേരിയ കാർബ്, ഗ്രാഫൈറ്റിസ്, പിന്നെ ക്യാപ്സിക്കം. ഹോസ്റ്റലിലൊക്കെ നിൽക്കണം, ഹോം സിക്നെസ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പിന്നെ നമുക്ക് തൈറോയിഡിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാം. തൈറോയിഡ് കംപ്ലൈന്റിനൊക്കെ അനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കുറവാന്ന് പറയുമ്പോൾ നമുക്ക് സാബൽ സെർലാറ്റ്, അയഡം, കൽക്കേരിയ അയഡൈഡ് അതൊക്കെ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ നമുക്ക് ഈ പ്യൂബർട്ടിയിൽ തന്നെ ഹൈറ്റ് കുറവാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്റ്റേജിൽ നമുക്ക് കിട്ടാമെങ്കിൽ നമുക്ക് കൽക്കേരിയ ഫോസും പിറ്റ്യൂട്ടറി ഒക്കെ കൊടുത്ത ഹൈറ്റ് കൂടുന്നതായിട്ട് കാണും. ഇപ്പൊ ഷേപ്പിലുള്ള ഓരോ അതിനുള്ള മെഡിസിൻസ് ആയി. പിന്നെ ഇപ്പൊ പീരീഡ്സ് വന്നു, അപ്പൊ അത് ഏർലി മെൻസസ് ഓർ ലേറ്റ് മെൻസസ്, ഓരോ കുട്ടികളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും പീരീഡ് വരിക. പിന്നെ അതൊക്കെ കൂടുതലായിട്ട് ലക്ഷറി ആയിട്ട് വളർന്ന കുട്ടികളല്ലേ, ലക്ഷൂറിയസ് ഈറ്റിംഗ്, സെഡൻഡറി ലൈഫ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ PCOD, PCOS പിന്നെ അതൊക്കെ വരുന്നത്. അപ്പൊ പ്യൂബർട്ടി വെയിറ്റ് കൂടുന്നതിനുള്ള വെയിറ്റ് കൂടാനുള്ള കാരണം ഇതാണ്, സെഡൻഡറി ലൈഫ്, ഓവർ ഈറ്റിംഗ്. പിന്നെ അപ്പൊ തൈറോയ്ഡ് പ്രോബ്ലം വരും, ഇപ്പൊ കൽക്കേരിയ കാർബ് അങ്ങനെയൊക്കെ വരാം. ഒരു പറയുന്നത് ഒരു വീട്ടിൽ നമ്മളിപ്പോ ഒരു 5 വയസ്സ് തുടങ്ങി ഒരു 7-8 വയസ്സ് വരെയൊക്കെ ഒരു നമ്മുടെ കുട്ടികൾ ഏർലി ഏജിൽ എപ്പോഴും ആൺകുട്ടികളാണെങ്കിൽ അമ്മമാരോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, പെൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരോട് അറ്റാച്ച്മെന്റ്. അത് സമയം ഒരു പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും ഇത് തിരിയണം. ആൺകുട്ടികൾ പ്യൂബർട്ടി ആകുമ്പോൾ അച്ഛന്മാരോട് അടുക്കും, പെൺകുട്ടികൾ അമ്മമാരോട് അടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കരുതുക അവര് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്യൂബർട്ടിയിലും അച്ഛനോട് തന്നെ കൂടുതൽ അറ്റാച്ച്മെന്റ്, പ്യൂബർട്ടിയിലും അമ്മയോട് തന്നെ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അത് കൂടുതൽ ഒരു ഒബ്സർവേഷനിലേക്ക് നിൽക്കണമായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളെ ഓരോരുത്തരുടെ അഭിപ്രായം. പിന്നെ ഇത് ഡിലേഡ് പ്യൂബർട്ടി, ഇത് നെർവ്റപ്പറേറ്ററിയിലാന്ന് തോന്നുന്നു, നവ്യ നോക്കിയിട്ട് പ്യൂബർട്ടി തന്നെയാണ്. ഡിലേഡ് പ്യൂബർട്ടി വരുമ്പോ കൽക്കേരിയ ഫോസും പറയിട്ടൊക്കെ. പിന്നെ ഈ റിട്ടാർഡഡ് ഗ്രോത്ത് ഇൻ പ്യൂബർട്ടി, ക്ലോറോസിസ് ഇൻ പ്യൂബർട്ടി എന്ന് പറയുന്നത് ഫെറമെറ്റ് ആണ് അതിന്റെ മെഡിസിൻ. പിന്നെ ഗൈനക്കോമാസ്റ്റിയ ചെയ്യുമ്പോൾ ആൺകുട്ടികളിൽ വരുമ്പോ നമുക്ക് കോണയും ഫൈറ്റിലൊക്കെ. പ്യൂബർട്ടിയിലെ സ്പീഡ് ഉണ്ടാ ഇതൊന്നറിയാമേ, എഴുതാല്ലോ, അങ്ങനെ മതിയല്ലോ പറഞ്ഞു. സ്വെല്ലിംഗ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ പ്യൂബർട്ടി, അത് കൽക്കേരിയ അയഡൈഡ്. സ്വെല്ലിംഗ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ പ്യൂബർട്ടി, കൽക്കേരിയ അയഡൈഡ്. കൽക്കേരിയ അയഡൈഡ്. ഓക്കെ. ഇനി മാസ്റ്റുബേഷൻ ഹാബിറ്റ്, മാസ്റ്റുബേഷൻ ഡിസ്പോസിഷൻ ബിഫോർ പ്യൂബർട്ടി ഇറ്റ്സെൽഫ് ആൺകുട്ടികളിൽ, അത് ബറേറ്റ കാർബും കാർസിനോസും. ഇനി ബോയ്സിൽ തന്നെ പൊല്യൂഷൻ ഇൻ പ്യൂബർട്ടി, ദാറ്റ് ഈസ് വെറ്റ് ഡ്രീംസ്, അത് ഫെറം മ്യൂറിയേറ്റിക്.
ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാ മാഡം. ഇപ്പം പറഞ്ഞേ. ഇപ്പം ഇപ്പൊ പറഞ്ഞ പറഞ്ഞല്ലോ ആ. പൊല്യൂഷൻ ഇൻ പ്യൂബർട്ടി, ദാറ്റ് മീൻസ് വെറ്റ് ഡ്രീംസ്, സ്വപ്നസ്ഖലനം എന്നൊക്കെ പറയും. വെറ്റ് ഡ്രീംസ് അത് ഫെറമ്യൂറേറ്റ്. mentally abusive nature puberty, abuse, കൽക്കേരിയ കാർബൺ ഉണ്ട്, അബ്രോട്ടാന ഉണ്ട്. ഇനി ഡ്രഗ്സ് ഇൻ പ്യൂബർട്ടി, ക്രേവിംഗ് ഫോർ സൈക്കോട്രോഫിക് ഡ്രഗ്സ്, അത് മെഡോർണമാണ്. പിന്നെ സാഡ്നസ് ഇൻ പ്യൂബർട്ടി, സെപ്പിയ, ഗ്രാഫൈറ്റിസ്, കൽക്കേരിയാർസ്, നാട്രമോർ, ലക്കേസിസ്. ഇനി ഇറിറ്റബിലിറ്റി ഇൻ പ്യൂബർട്ടി, ഇല്ല സെപ്റ്റിയ ഗ്രാഫൈറ്റിസ്, സാഡ്നസ് ഇൻ പ്യൂബർട്ടി, അങ്ങനെ തന്നെയുണ്ട് റൂബ്രിക്. സെപ്റ്റിയ ഗ്രാഫൈറ്റിസ്, കൽക്കേരിയാർസ്, നാട്രമോർ, ലക്കേസിസ്. ഇനി ഇറിറ്റബിലിറ്റി ഇൻ പ്യൂബർട്ടി, ഫോസ്ഫറസ്. മെന്റൽ ചേഞ്ച് ഇൻ പ്യൂബർട്ടി, കൽക്കേരിയ കാർബൺ, സൾഫർ, ആന്റിക്രൂഡ്, ഓറമൽ. ആന്റിക്രൂഡൊക്കെ നമുക്ക് ആക്നി വരൂലേ പ്യൂബർട്ടിയില്, മോക്കുലും ഒക്കെ വരുന്നതിന് ആന്റിക്രൂഡ് നല്ലത്. ആന്റിക്രൂഡ്, കാലിബ്രോം ഒക്കെ നല്ലത്. ഇനി മെന്റലി ഇൻഡിഫറൻസ്, സെൻസിറ്റീവ്, റിലീജിയസ് ആൻഡ് സാഡ്നസ്, ഇതെല്ലാം പ്യൂബർട്ടിയിൽ വരുന്നതിന് ഒറ്റ ഡ്രഗേ ഉള്ളൂ, ലക്കേസിസ്. ടോക്കറ്റീവ് ഇൻ പ്യൂബർട്ടി, അത് ലക്കേസിസ്. ഞാൻ ഇതുവരെ അബ്യൂസീവ് എന്ന് പറഞ്ഞ ചീത്ത പറയുന്നതിന് ഞാൻ അനാക്കാർഡെ കൊടുത്തിരുന്നു. അപ്പൊ ഇന്ന് രമയ പറഞ്ഞ കൽക്കേരിയ കാർബൺ കൂടെ നല്ലപോലെ ചീത്ത പറയാത്ര കൽക്കേരിയ. ഞാൻ കൽക്കേരിയ കാർബൺ ഒരു പാവത്താനാക്കി വെച്ചിരുന്നു. കൽക്കേരിയ കാർബൺ നല്ല ചീത്ത അബ്യൂസീവ് നേച്ചറാണ് രമ എന്ന് പറഞ്ഞത്. പിന്നെ പൾസാറ്റിലെ പ്യൂബർട്ടിയിൽ സിമ്പതി ആഗ്രഹിക്കുന്നു, ഈ ദയാകാംക്ഷ, എനിക്ക് ദയക്ക് വേണ്ടി ദയാകാംക്ഷ എന്ന് പറയുന്നത്, അതാണ് പൾസാറ്റിൽ. ഇനി പ്യൂബർട്ടി ഇൻ ജനറൽ ഗേൾസ്, പ്യൂബർട്ടിയിൽ വരുന്ന എല്ലാ കംപ്ലൈൻസിനും സിൻസിഫുക. പിന്നെ പ്യൂബർട്ടി ഓൾ എയിൽമെന്റ്സ്, അത് ഏതൊക്കെയാ? ജൽസീമിയം, പൾസാറ്റില്, ഫോസ്ഫറസ്, ലക്കേസിസ്. ഇനി ഫേസിൽ ഇറപ്ഷൻ, ആക്നി, അത് വരുന്നതിന് പ്യൂബർട്ടിയിൽ വരുന്നതിന് നമ്മൾ മെർബറിസാക്കിഫോളിയം, പിന്നെ ആന്റിക്രൂഡ്, അസ്റ്റീരിയ റൂബറം അങ്ങനെയൊക്കെ പറയും. പക്ഷെ പ്യൂബർട്ടിയിൽ മാത്രം ഉള്ളതിന് പോഡോഫിലം, ഹെപ്പാർസൾഫ്. ഇനി മൗത്ത് ഓർഡർ ഇൻ പ്യൂബർട്ടി ഇൻ ഗേൾസിൽ, അത് അങ്ങനെ തന്നെ ഓറമെറ്റ്, മെട്രിയാമെഡിക്കയിലും പറയുന്നുണ്ട് ഓറമെറ്റ്. തൈറോയ്ഡ് ചേഞ്ചസ് ഇൻ പ്യൂബർട്ടി, ഹൈഡ്രാസ്റ്റിസം, കൽക്കേരിയ ഐഡൈഡ്. ല്യൂക്കോറിയ ഇൻ പ്യൂബർട്ടി, സെപ്പിയ, ഫെറമെറ്റ്. പ്യൂബർട്ടിയില് മാസ്റ്റുർബേഷൻ ഇൻ യങ് ഗേൾസ്, അത് കാർസിനോസിന്. ഇനി മെൻസസ് ഇറഗുലർ അറ്റ് പ്യൂബർട്ടി, അത് പൾസാറ്റില്. മെൻസസ് ടു ലേറ്റ് ഇൻ പ്യൂബർട്ടി, അത്
പൾസാറ്റില, നാട്രമോറ്, ലൈക്കോപോഡിയം, സൾഫർ, കോസ്റ്റിക്കം, കാലികാർബ്, ലക്കേസിസ്. മെൻസസ് പെയിൻഫുൾ അറ്റ് പ്യൂബർട്ടി, അത് പൾസാറ്റില, ഫൈറ്റോലാക്ക ആൻഡ് കൽക്കേരിയ ഫോസ്. ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക്. കഴിഞ്ഞു. അതൊന്നുകൂടി പറഞ്ഞ മെൻസസ് പെയിൻഫുൾ ഡിസ്മെനോറിയക്കല്ലേ? ഡിസ്മെനോറിയക്കല്ലേ? ഏതൊക്കെയായിരുന്നു? ഡിസ്മെനോറിയ, അതെ അതെ, ഏതൊക്കെ ഡിസ്മെനോറിയ, മാഡം ഏതൊക്കെയാ പറഞ്ഞേ? ഡിസ്മെനോറിയക്ക് പറഞ്ഞതാണ്. ഡിസ്മെനോറിയക്ക് പറഞ്ഞത് പൾസാറ്റില, ഫൈറ്റോലക്ക, കൽക്കേരിയ ഫോസ്. പിന്നെ നല്ല ബാച്ചുലർ റെമഡീസ് ഉണ്ട് നമുക്ക് ഈ ടീനേജ് പ്രോബ്ലത്തിന്. ഒന്ന്, ഇങ്ങനെ അഡമൻ നേച്ചർ ആയിട്ടുള്ള കുട്ടികൾക്ക് അതെന്താ സോറി എഴുതിയേക്കുന്നത് ലതാ മനോഹരൻ? ചോദിക്കാം, ഏ നോക്കട്ടെ. ലതാ മനോഹരൻ ഡോക്ടർ എന്താണ് സോറി എഴുതിയേക്കുന്നതെന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? അപ്പോ ബാച്ചുലർ റെമഡി പറയട്ടെ? ഡോക്ടറെ ഭയങ്കര സ്പീഡ്. ഒന്നാമത് നമുക്ക് നെറ്റിൽ നാളെ വരത്തില്ലല്ലോ യൂട്യൂബില്, അപ്പൊ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്പീഡായി പോയി. ഞാൻ ചോദിച്ചായിരുന്നു സ്പീഡാണോ? ഏതാ പറയണ്ടേ പറഞ്ഞു. അല്ല, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഇനി തൊട്ടുള്ളത് പറഞ്ഞാ മതി. കറക്റ്റ്. ഇച്ചിരി സ്പീഡ് ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാം. ശരി, ഇത് എഴുതാ ആദ്യം, എന്നിട്ട് പറയാം. ബാച്ചുലർ റെമഡി, അഡമൻ നേച്ചർ, വെർവൈനും വൈനും. എഴുതിയോ? ശരി, എഴുതുന്നുണ്ട്. പിന്നെ ആങ്കർ ഇൻ പ്യൂബർട്ടിക്ക് ചെറി പ്ലം, ഹോളി, ഇംപേഷ്യന്റ്, വെർവൈൻ, വൈൻ. ഇനി അഡിക്ഷൻ ഇല്ലേ, നാർക്കോട്ടിക്സിനുള്ളത് ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ, അത് ചെറി പ്ലം. ചെറി പ്ലം. ഡിസയർ ടു ഗിവ് അപ്പ് ദ ഹാബിറ്റ്, അത് ക്രാബ് ആപ്പിൾ ആണ്. ഡ്രിങ്ക്സ് ടു ഫോർഗെറ്റ് ഹിസ് വറീസ്, അഗ്രിമണി. സങ്കടങ്ങൾ മാറാനായിട്ട് കുടിക്കുന്നത് അഗ്രിമണി. റിപ്പീറ്റഡ് തോട്ട്സ് ഓഫ് ഡ്രിങ്കിങ്, അത് വൈറ്റ് ചെസ്റ്റ്നട്ട്. ലാക്ക് ഓഫ് വിൽ പവർ ടു ഡിസ്കണ്ടിന്യൂ, അത് ലാർച്ച്. ഇത് മാഡം സിംറ്റം പറയുന്നത് എഴുതുന്നതിന് മുമ്പ് മെഡിസിൻ വരുന്നോണ്ടാണ് നമുക്ക്. എന്താണ് സിംറ്റം പറഞ്ഞിട്ട് നമ്മളത് എഴുതുന്നതിന് മുമ്പ് മാഡം മരുന്ന് പറയുമ്പം നമുക്കത് കിട്ടത്തില്ല മുഴുവൻ. സിംറ്റം ഒന്ന് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല. ഹാബിറ്റ് കേട്ടോ. റിപ്പീറ്റഡ് തോട്ട് ഓഫ് ഡ്രിങ്കിങ് വൈറ്റ് ചെസ്റ്റ്നട്ട്. റിപ്പീറ്റഡ് തോട്ട്സ് ഓഫ് ഡ്രിങ്കിങ്, അത് വൈറ്റ് ചെസ്റ്റ്നട്ട്. അണേബിൾ ടു റെസിസ്റ്റ് ദി ഇമ്പൾസ്, ചെറി പ്ലം. വിൽ പവർ ഇല്ല നിർത്താനായിട്ട്, അത് ലാർച്ച്. ഈ ബാച്ചുലർ റെമഡിയുടെ പോയിന്റ്സ് ഒക്കെ കിട്ടിയ ബുക്കും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. പറയാം. ടു ബ്രേക്ക് ദ ഹാബിറ്റ്, ചെസ്റ്റ്നട്ട് ബഡ്, വാൾനട്ട്. ഇത് നമ്മുടെ സുഗതൻ ഡോക്ടറിന്റെ ബുക്കിൽ നിന്നാണ് കേട്ടോ.
ഞാൻ കൊടുക്കാറുണ്ട്, എഫക്റ്റും ഉണ്ട്. ഉപദേശിക്കുമ്പോ ദേഷ്യം അഗ്രവേശം വരുന്നത് ചിക്കറി. ഇനി ലതാ മനോഹരൻ ഡോക്ടർക്ക് ഏതാണ് എഴുതാൻ ഞാൻ ആദ്യം തുടങ്ങി പറയണോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഡോക്ടറെ, ഏ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, ആ എല്ലാം കൂടെ പറയണ്ട. ഇത് ഇടയ്ക്ക് ആ പിന്നെ ടോക്കറ്റീവ് രാമനോഹരൻ ഡോക്ടർ ഒന്ന് വിളിച്ചാൽ മതി. ചന്ദ്രൻ ഡോക്ടറുടെ പറഞ്ഞുതരാം കേട്ടോ. വിളിച്ചാൽ മതി. എപ്പം വേണേലും പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറാണ്, കുഴപ്പമില്ല. ശരി ശരി, നന്ദി. പറഞ്ഞുതരാം കേട്ടോ. ആയിക്കോട്ടെ. എന്റെ നമ്പർ ഉണ്ടല്ലോ, പറഞ്ഞുതരാം. അപ്പൊ എന്റെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി എല്ലാരും പറയട്ടെ. നന്ദി മാഡം. ഇനിയിപ്പം ഇതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് കുറുപ്പ് സാറ് ക്ഷണിക്കുകയാണ്. ഞാൻ ഇതിപ്പം മരുന്നിന്റെ കാര്യമെല്ലാം ഔഷധങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡോക്ടർ ശാന്താചന്ദ്രൻ മിക്കവാറും ഒക്കെ പറഞ്ഞു. പക്ഷെ വേറൊരു പ്രത്യേക കാര്യമാണ് പറഞ്ഞത്. അതായത് കൗമാരക്കാരെല്ലാവരും പറയുന്നത് പ്രശ്നക്കാരായ കൗമാരക്കാരെന്നാണ് പറയുന്നത്. കൗമാരക്കാർ പ്രശ്നക്കാരാണെന്നാണ് പൊതുധാരണ. വീട്ടിൽ വൈകി വരിക, മാതാപിതാക്കളെ ധിക്കരിക്കുക, അകാരണമായ ദേഷ്യം, മാതാപിതാക്കളോട് മിണ്ടാതിരിക്കുക, ഇതൊക്കെയാണ് അവരുടെ ശീലങ്ങൾ. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോണം കേട്ടോ, ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. കൗമാരക്കാരുടെ പെരുമാറ്റം പലപ്പോഴും അവരെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നതെന്നും അതിൻ്റെ മാനസിക വശങ്ങൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കിയാൽ കൗമാരക്കാരോടുള്ള സമീപനം അർത്ഥവത്താകും. മക്കൾ നിങ്ങളെ വെറുക്കുന്നതായി തോന്നുന്നു. നിങ്ങൾ ടൂറിന് പോകാൻ നിങ്ങളോട് കേണപേക്ഷിക്കുന്ന മകൻ്റെ സ്വഭാവം പെട്ടെന്നാവും മാറുക. പൊട്ടിത്തെറിയും അഭിജ്ഞയും ഇതിനൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മരുന്ന് ഇപ്പം ഡോക്ടർ ശാന്താചന്ദ്രൻ മിക്കവാറും ഒക്കെ പറഞ്ഞു. മരുന്നും വേണമെങ്കിൽ പിന്നെ പറയണം. ഈ പറഞ്ഞോട്ടൊരു വലിയ ചാപ്റ്ററാണ്. മനസ്സിലാവുന്നുണ്ടോ? അതോ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. പൊട്ടിത്തെറിയും അപജ്ഞയും മക്കളിൽ നിന്നുള്ള ഈ പെരുമാറ്റം പലരെയും വേദനിപ്പിക്കും. കുട്ടി എന്ന ഇമേജിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള പ്രയാണഘട്ടമാണ് കൗമാരം. സ്വന്തം വ്യക്തിത്വം രൂപവൽക്കരിക്കാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങുമ്പോൾ അവർ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ബഹിസ്ഫുരണമാണ് വെറുപ്പും ദേഷ്യവുമൊക്കെ. ഈ കൗമാരാവസ്ഥയിൽ സംയമനമാണ് അത്യാവശ്യം. അത് വലിയവരോടുള്ള ഇതാണ് പറയുന്നത്. ടെക്നോളജിയുടെ സ്വാധീനം, ടെലിവിഷനും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കൗമാരത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയം ഇവയ്ക്കായി നീക്കി വയ്ക്കുന്നത് മൂലം വീട്ടുകാരുമായി തുറന്നിടപഴകുവാൻ കൗമാരക്കാർക്ക് കഴിയാറില്ല. TV പൊതുസ്ഥലത്ത് വയ്ക്കുക, ഏതൊക്കെ വെബ്സൈറ്റുകളാണ് സന്ദർശിക്കുന്നതെന്നും ഫോണിൽ ആരൊക്കെയാണ് ബന്ധപ്പെടുന്നതെന്നും ശ്രദ്ധിക്കുക. ഇതൊക്കെ കണ്ട ഓരോരുത്തർ ഓടിപ്പോകുന്നതും വേറെ കടവൻ്റെ കൂട്ടത്തിൽ കൊച്ചു പിള്ളേരും കടവൻ്റെ കൂട്ടത്തിൽ കൊച്ചു പിള്ളേരും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിൻ്റെ കാര്യം ഇതൊക്കെ. വീട്ടിൽ വൈകി വരിക, മക്കൾ വീട്ടിൽ എത്താൻ വൈകുന്നത് പല മാതാപിതാക്കൾക്കും തലവേദനയാണ്. ഇവർ വൈകാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുക, നിശ്ചിത സമയത്തിനകം വീട്ടിലെത്താൻ നിർദ്ദേശിക്കുക. കുടുംബാന്തരീക്ഷം മോശമാകുന്നത് കൊണ്ടാണ് ചില കൗമാരക്കാർ വീട്ടിൽ വൈകിയെത്തുന്നതെന്നും മറക്കരുത്. അവരുമായി തുറന്ന് സംസാരിച്ച് ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. കൗമാര സൗഹൃദം, മദ്യം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ തുടങ്ങിയ ദുശീലങ്ങളിലേക്ക് കൗമാരക്കാരെ വഴിതെറ്റിക്കാൻ ചീത്ത കൂട്ടുകെട്ടാവും. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നും അവരുടെ സ്വഭാവമാറ്റങ്ങളിൽ ആശങ്കയുണ്ടെന്നും അവരോട് പറയുക. ജീവിതത്തിൽ ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്നും ആ വിജയപാതകളെ ഏന്തണമെങ്കിൽ മൂല്യങ്ങളുടെ കൈക്കരുത്ത് ആവശ്യമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുക. ആവശ്യമെങ്കിൽ മാത്രം സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം തേടുക. സമയമാകുമ്പം പറഞ്ഞോണേ, ഞാനിങ്ങനെ പറഞ്ഞോണ്ടും പോകും. സമയം ഞാൻ നോക്കുന്നില്ല. കാര്യഗൗരവമില്ലായ്മ, ഒരു കാര്യവും അവർ സീരിയസ് ആയി എടുക്കുന്നില്ല. പല മാതാപിതാക്കളുടെയും പരാതിയാണിത്. ഈ ഒരവസ്ഥയിൽ കുട്ടികളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റാനുള്ള എളുപ്പമാർഗം ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുക എന്നതാണ്. തങ്ങളെ വീട്ടുകാർ വിലമതിക്കുന്നു എന്ന ചിന്ത അവരിൽ ഉളവാക്കുവാൻ ഇത് സഹായിക്കും. പലരും എന്നാ ചെയ്യും, കൊച്ചു പഠിച്ചോട്ടെ,
ബുദ്ധിമുട്ടിക്കണ്ട, അവരെ ഡിസ്റ്റർബ് ചെയ്ത പഠിച്ചാൽ മാത്രം മതി എന്ന് പറയും. പക്ഷെ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അത് വളരെ എളുപ്പമുള്ള സംഗതിയല്ല. അവരെ കൂടെ അറിയിക്കുക, വീട്ടിലെ വിഷമങ്ങളും ഇല്ലവല്ലാഴികളും ഒക്കെ അറിയിക്കണം. പൂപ്പയിൽ നിന്നും വർണ്ണച്ചിറക് വിടർത്തി പൂമ്പാറ്റ വിരിയുന്നത് പോലെ സ്വന്തം വ്യക്തിത്വത്തിന്റെ വർണ്ണച്ചിറകുമായി വിജയത്തിന്റെ ലോകത്തിലേക്ക് പറക്കുവാൻ കൗമാരക്കാരെ സഹായിക്കുക. മക്കളുടെ സൗഹൃദം, കൗമാരത്തെ വഴിതെറ്റിക്കുന്നതിലേറെയും അവരുടെ സൗഹൃദങ്ങളാണ്. നല്ല കൂട്ടുകെട്ടിലാണോ മകൻ മകൾ എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെക്കുറിച്ച് അറിയുകയാണ് ആദ്യം വേണ്ടത്. ഏത് തരക്കാരുമായാണ് കൂടുതൽ സഹവാസം എന്ന് മനസ്സിലാക്കിയാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് സഹായകവുമാകും. കുട്ടിയുടെ സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളുമായി സൗഹൃദമുണ്ടാക്കുക. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ കുട്ടികളുടെ കൂട്ടുകൂടൽ വിലയിരുത്താം. മകന്റെ സുഹൃത്തിനെ ഇടയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിക്കാം. കമ്പ്യൂട്ടറിനോ പുസ്തകങ്ങൾക്കോ മുന്നിലാണ് കുട്ടികൾ കൂടുതൽ ചെലവിടുന്നെങ്കിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ അനുകരിക്കാനുള്ള ത്വര മറ്റുള്ളവരിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളിലും റോഡുകളും തെരുവുകളിലും ശുചിത്വത്തിൻ്റെ കേളികരംഗമായി മാറുന്നത്. കേരളത്തിൽ നിന്ന് US ഒരുപാടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വായിക്കുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം ഈയിടെ വന്ന ഒരു അനുഭവം പറയാം. അതായത് 1-2 കേസുകൾ എനിക്ക് ഇതുപോലെ ഉള്ളത് കിട്ടി. അതിനെക്കുറിച്ച് പറയാം. അതെല്ലാം ഈ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നാണ് മകൻ ചെന്ന് പെടുന്ന അറിയിപ്പായ നയത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കടുത്ത ശകാരവും ശിക്ഷയും കൗമാരക്കാരിൽ വാശി വളർത്താനെ വേദിക്കും. നല്ല സഹൃദയങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം ചങ്ങാത്തങ്ങൾ കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് പ്ലസ് പോയിന്റ് ആവും. ഈയിടെ എനിക്ക് കിട്ടിയ ഒരു കേസാണ്. ഒരു ഹോമിയോ ഡോക്ടറുടെ തന്നെ ഒരു മകന് 3 മക്കളുണ്ട്. അപ്പം അന്നേരം അച്ഛൻ വെളിയിലാണ് ജോലി. മകന് കമ്പനി സ്റ്റഡിക്ക് പോകണം. അന്നേരം ഈ ഡോക്ടറുടെ ചോദ്യം, പിന്നെ എനിക്ക് കൗൺസിലിംഗ് കൂടെ അറിയാവുന്നുള്ളൊരു ധാരണ കൊണ്ട്, എനിക്ക് വലിയ കൂടുതലൊന്നും അറിയാൻ അല്പസ്വല്പമൊക്കെ അറിയാവുന്നേ ഉള്ളൂ. അന്നേരം എന്നോട് ചോദിച്ചു, ഈ മകനെ വിട്ടാൽ അവൻ വഴിതെറ്റി പോവും, കാരണം വീടിനടുത്താണ് കോളേജ്, അവനെന്തിനാ അവിടെ പോയിട്ട് അവരുടെ കൂടെ പഠിക്കുന്നത്, അവൻ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ പോലെ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ 1-2 ദിവസം പോകും, അവരുടെ കൂട്ടുകാരെയൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുക. ഏതായാലും അവൻ എൻജിനീയറിങ് ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി, കമ്പനി സ്റ്റഡിക്ക് വിട്ടു. നമ്മൾ ഈ പിള്ളേരെ അനധികൃതമായിട്ട് സംശയിക്കരുത്. അവരുമായിട്ട് കൂടുതൽ കൂട്ടുകെട്ട് കൂടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം അവർ നമ്മളോട് അടുക്കുകയും നമ്മുടെ എല്ലാ വിവരങ്ങളും തുറന്നു പറയുകയും ചെയ്യും. അത് നമ്മൾ മിണ്ടാതെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തന്നെ ഒരു ഫോണും വെച്ചുകൊണ്ട് രാത്രി ആയാലും ഇരിക്കും. പിന്നെ എങ്ങനെയാണ് പിള്ളേർ പഠിക്കുന്നത്? പിള്ളേരും അത് കണ്ടല്ലേ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഐഡിയലായിട്ട് ജീവിക്കുക, അതിനുശേഷം പിള്ളേരെ നന്നാക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ കള്ളു കുടിച്ചു, മകനും കള്ളു കുടിച്ചപ്പോൾ ചോദിച്ചേടാ നീ കുടി നിർത്തണമെന്ന്. അപ്പൻ ആദ്യം നിർത്തി, എന്നിട്ട് ഇനി ഞാൻ നോക്കാം. ഇതുപോലെയൊന്നും നമ്മൾ ഐഡിയലായിട്ട് ജീവിക്കാൻ പഠിക്കണം. അന്നേരം അല്ലെ നമ്മളെ കണ്ടാണ് പിള്ളേർ പഠിക്കുന്നത്. നമ്മൾ കള്ളടിച്ചും വന്നു കഴിഞ്ഞാൽ പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. പിന്നെ സമയം ഒരുപാട് ആകുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുക. ഇത് ഒരു വലിയ ചാപ്റ്ററാണ്. ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പങ്കുവെക്കേണ്ട പകരം, മര്യാദകളുടെ പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ വീട്ടിൽ പറഞ്ഞ് പിള്ളേരെ പഠിക്കേണ്ടതാണ്. പിന്നെ പാറയെ ശില്പമാക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയം തീർന്നെന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അമ്പാടി മാഡത്തിലോട്ടൂടെ പോകാം. 5 മിനിറ്റ്. അമ്പാടി മാഡം, എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു, അതാ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആയിരുന്നു. ഉച്ചക്ക് എനിക്കിതൊക്കെ പറഞ്ഞൊക്കെ തന്നു. എന്നിട്ട് വയ്യ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വയ്യാത്തോണ്ടാ പറയാമോ, ഞാൻ അത് കേട്ടോണ്ട് കിടക്കാണ്. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ഞങ്ങൾ ഉച്ചക്ക് ഡിസ്കസ് ചെയ്തതാ. സുഖമില്ലെങ്കില് സുഖമില്ലാതാണ്. എന്തായാലും നല്ലൊരു വിഷയമാണ്. 2ാം ഭാഗം തീരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഡിസ്കഷൻ പോലെ
മൂന്നാം ഭാഗമായിട്ട് ഇത് വെക്കാവുന്നതാണ്. അപ്പൊ അമ്പാടി മേഡം എല്ലാ ഇതിന് പങ്കെടുക്കും. അതുപോലെ കുറുപ്പ് സാറിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതിനോട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് ആണുള്ളത്. ഹാൻഡ് റൈസ് ചെയ്യണം. മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ എന്താന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. മൊബൈൽ ഫോണിന്റെ അഡിക്ഷന് ബാച്ചുലർ റെമഡിയിൽ വാൾനട്ടാ പറയുന്നത്. വാൾനട്ട്. പക്ഷെ വാൾനട്ട് കൊടുത്തത് മാത്രം മൊബൈൽ അഡിക്ഷൻ മാറുമൊന്നുമില്ല. നമ്മളും കൂടെ ആ മൊബൈല് ഇപ്പൊ അമ്മമാര് മൊബൈൽ കൊടുത്തിട്ട് പോകുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ള വേറൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ തന്നെ അതിനെ ഡീവിയേറ്റ് ചെയ്ത് ഒരു 2-3 ദിവസം അതിന്റെ കാണലൊന്ന് കുറച്ചു കഴിഞ്ഞാൽ വാൽനട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അഡിക്ഷൻ മാറും. ഞാനൊരു കേസ് വേണേ പറയാം. ഈയിടെ ഞാൻ ട്രീറ്റ് ചെയ്ത മൊബൈൽ അഡിക്ഷൻ. ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ, ട്രിവാൻഡ്രം. അച്ഛനും അമ്മയും ഡൈവേഴ്സാ. വല്യമ്മയാണ് കൂടെ താമസിക്കുന്നത്. അവൻ മുറിക്കകത്തുനിന്ന് ഇറങ്ങുകയില്ല. വല്യമ്മ മുറിക്കകത്ത് കൊണ്ട് വല്ല ഭക്ഷണം കുടിക്കുകയില്ല, നനയ്ക്കുകയില്ല, ഷേവ് ചെയ്യല. അവസാനം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം അവനെ വിളിച്ചാൽ വരികയില്ല. കൗൺസിലിംഗ് ആണെങ്കിലും വിളിച്ചാലൊന്നും വരണ്ട, വെളുത്തിലോട്ട് ഇറങ്ങുകയില്ല. അവസാനം ഞാൻ വല്യമ്മയോട് പറഞ്ഞു. വല്യമ്മ ഒരു അലോപ്പതി ഡോക്ടറാണ്, വലിയ ഒരു ഡോക്ടർ. അവസാനം ഡോക്ടറോട് വിളിച്ച് പറഞ്ഞു, വല്യമ്മയ്ക്കല്ല പോകേണ്ടത്, വല്യമ്മയ്ക്കൊന്ന് കൂട്ടിയെല്ലാം പറഞ്ഞു. പോകുന്ന വഴിക്ക് അവന് ഇഷ്ടമുള്ള ഐസ്ക്രീമോ ഇഷ്ടമുള്ളതൊക്കെ ഹോട്ടലിലോ കയറി വല്ല നല്ല ആഹാരമൊക്കെ അവന് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കാം. ആദ്യമൊക്കെ ഒന്ന് മടിച്ചു. പിന്നെ ഇപ്പം അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. 1 വർഷമായി ട്രീറ്റ്മെൻറ്റ്. അന്നേരം വെറും മരുന്ന് മാത്രം കൊടുത്താൽ പോരാ, അതിന് സൈക്കോളജിക്കലായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റും നമ്മൾ അവരോടുള്ള നിലപാടുകളും മാറ്റണം. സ്നേഹം കിട്ടാത്തതും സ്നേഹം കൊടുക്കാത്തതുമാണ് അതിന് പ്രധാന കാരണം. പിള്ളേർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, അല്ലാതെ പേരൻസ് സ്നേഹം കൊടുക്കുകയില്ല. അന്നേരം അവർക്കും ആ തോന്നലുണ്ടാകണം, എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തോടെ പറഞ്ഞാൽ ഏത് മതം പറ്റിയ ആന പോലും കേൾക്കും. പിന്നെ അല്ലേ മനുഷ്യൻ്റെ കാര്യം. അന്നേരം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. ഏതായാലും അവനിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. 1 വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള സൈക്കോതെറാപ്പികൾ പലതും അപ്ലൈ ചെയ്യണം. അതായത് സ്ട്രോക്ക് എന്ന് പറയും, സൈക്കോളജിക്കകത്ത് സ്ട്രോക്ക് എന്ന് പറയും, DA സൈക്കോളജിയിൽ. അതായത് ഇന്നും രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഇങ്ങനെ പിള്ളേരെ വിളിച്ച് ഒരു ഉമ്മ കൊടുക്കുകയോ പുറത്തൊന്നും തട്ടുവോ, മോന് ഏറ്റവും മിടുക്കനാണ് കേട്ടോ, വളരെ നല്ലവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ ഇത് പിള്ളേർ നന്നാവും, തീർച്ചയായിട്ടും നന്നാവും. സാറേ, ഇനി നമുക്ക് സമയത്തിന്റെ കുറവ് പോലെ മാത്രം ഇടപെടുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി പറയാം ഡോക്ടറെ. നമസ്കാരം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഡോക്ടർ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത്. അത് വളരെ വലിയൊരു കാര്യമാണ്. പണ്ട് കുടുംബങ്ങൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്ന കാരണം ആ കുടുംബങ്ങളിലുള്ള ആരുടെയെങ്കിലും ഒക്കെ അമ്മ, അപ്പച്ചി, അങ്ങനെ കുറേ ബന്ധുക്കളുണ്ട്. എല്ലാവരുടെയും സ്നേഹം ഈ കുട്ടികൾക്ക് കിട്ടിയാണ് വളരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് അവരൊക്കെ ചെയ്യുന്നത് കണ്ട് വളരുന്നു. അപ്പോൾ അതിനെല്ലാം ഉള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഞ്ഞു ആളുകളൊക്കെ വളരെ അച്ചടക്കത്തിലും ഇങ്ങനെയുള്ള ഒരു അഡിക്ഷനിലും ഒന്നും പോകാത്ത തലമുറയാണ് കടന്നുപോയത്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ജോലിക്കാരാണ്, 2 പേര് ജോലിക്ക് പോകുന്നു. പിന്നെ വീട്ടിൽ ആരും കാണുകയില്ല. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല. യഥാർത്ഥത്തിൽ കുട്ടികൾക്കും ഇല്ല, അച്ഛനമ്മമാർക്കും ഇല്ല. പിന്നെ അവരും വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് ശാന്ത മാഡം പറഞ്ഞത്. അത് ആണ് വളരെ ശരിക്കുമുള്ള ഒരു ഫാക്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കും കിട്ടുന്ന കുറച്ച് കേസുകൾ ഇങ്ങനെയുള്ള കുടുംബത്തിൽ ഈ അമ്മയും അച്ഛനും കുട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമില്ല. ഇവർക്ക് ആർക്കും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനോ പിന്നെ എന്തെങ്കിലും തമാശ പറയാനോ ഒന്നുമില്ല. ഉള്ള സമയത്ത് TV-യുടെ ഫ്രണ്ടിലായിരിക്കും ആരെങ്കിലുമൊക്കെ. പിന്നെ ആഹാരം കഴിക്കുന്നത് ചിലപ്പം TV-യുടെ ഫ്രണ്ടിലായിരിക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പം ബന്ധങ്ങൾ അങ്ങ് ശിഥിലമായി പോകുന്നതുകൊണ്ടാണ് കൂടുതലും ഇതിനകത്ത് വരുന്ന ആ പോയിന്റാണ് ഡോക്ടർ കൂടുതൽ ആദ്യത്തെ പകുതിയിൽ പറഞ്ഞത്.
പിന്നെ മെഡിസിൻ പറഞ്ഞത് മാത്രം നമുക്ക് എഴുതാൻ ഇച്ചിരി സമയം കിട്ടിയില്ല എന്ന് ഒഴിച്ചാല് ചോദിച്ചാൽ മതി പറഞ്ഞു. അത് കഴിച്ചാല് ബാക്കി എല്ലാം വളരെ നാളെ യൂട്യൂബിൽ മെഡിസിനും വരുമല്ലോ, പറഞ്ഞത് നല്ല മെഡിസിൻ എല്ലാം വളരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമല്ലോ ഇല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അത് പിന്നെ അത് മാത്രം ഇച്ചിരി ഇതായിട്ട് നമുക്ക് ഒരു സ്പീഡ് കൂടിയെന്നുള്ള, അത് നല്ല സ്പീഡ് ഉള്ളവർക്ക് എഴുതി പോകാൻ പറ്റും. എനിക്ക് ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞുകൊണ്ടായിരിക്കും എഴുത്തിന്. സോറി. പിന്നെ അപ്പം ഈ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഇതൊരു 1 2 ഭാഗവും കൂടെ വെച്ചാൽ നല്ലതാണ് ഡോക്ടറെ. ഈ പറഞ്ഞ പോലെ ആ മെഡിസിനും അതിനോടൊപ്പം തന്നെ ആ ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുന്നതും അതെല്ലാം കൂടെ ചേർത്ത് ഒരു 1 2 ഘട്ടമായിട്ട് ശ്രീധരക്കുറുപ്പ് സാറും എല്ലാവരും കൂടെ ചേരുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു ഉപകാരപ്രദമായ, എന്ന് വെച്ചാൽ സമൂഹത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ഐഡിയ ആണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത്. അതിന് നമുക്ക് നല്ല പറ്റിയ മെഡിസിനും ഉണ്ട്. അപ്പം ഇനി ഇതുപോലെ ഒരു 2 സെക്ഷനും കൂടെ വരണം. എൻ്റെ പേരിലും IFPCന്റെ പേരിലും ഈ സ്യൂമിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരില് ഹൃദയത്തിന്റെ വാക്കിൽ നന്ദി, നമസ്കാരം. നന്ദി മനോരമ ഡോക്ടർ. ഇത്രയും നല്ല ക്ലാസ് 2 പ്രാവശ്യമായിട്ട് ഇപ്പം ശാന്താചന്ദ്രൻ മാഡം നമുക്ക് തന്നു. വീണ്ടും നമുക്ക് ഇത് അടുത്ത ഭാഗത്തിലേക്ക് തുടരാൻ വീണ്ടും ക്ലാസ് എടുക്കണം മാഡം. ഇത്രയും നല്ല ക്ലാസ് എടുത്ത മാഡത്തിനും അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത നമ്മുടെ കുറുപ്പ് സാറിനും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിലുള്ള അപ്ലോഡിങ് ഒരു അല്പം താമസം വരും. പിറ്റേ ദിവസം തന്നെ വരികയില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. എങ്കിലും താമസിയാതെ തന്നെ വരുമെന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ നമ്മുടെ 1650 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.